അതായത് ചേട്ടൻ ഇന്ന ഡ്രഗ് മാഫിയാണ് കാരണമെന്ന് ചേട്ടൻ പറഞ്ഞു. അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതിന് എന്ത് അടിസ്ഥാനം വെച്ചിട്ടാണ് ചേട്ടൻ പറയണത്? ചേട്ടന്റെ വിശ്വാസം അത് എന്റെ വിശ്വാസമല്ല മോളെ, ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ്. എങ്ങനെ ചേട്ടൻ ബോധ്യപ്പെടുത്തി കൊടുത്തു? ഇദ്ദേഹത്തിനെ പോലുള്ളവർക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യുന്നു. പറഞ്ഞു തരണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. We are students. ഫേസ്ബുക്ക് ലൈവ് അവിടെ വീട്. ഞങ്ങൾക്ക് ഇപ്പൊ ഫേസ്ബുക്ക് ലൈവ് പോയി കാണാൻ പറ്റത്തില്ല. ഇതൊരു വേദിയാണ്. ഫേസ്ബുക്ക് ലൈവ് അല്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ. ഈ പറയുന്ന തോക്ക് സ്വാമി അല്ലെങ്കിൽ സ്വാമി ഭദ്രാനന്ദ് എന്തൊക്കെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഡിപ്പാർട്ട്മെന്റിനെന്ന് ആദ്യം അത് നോക്കിയിട്ട് ഒന്നും അറിയാതെ വന്ന് സംസാരിക്കരുത്. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ ചോദ്യം ചോദിക്കുകയാണ് സാറിനോട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ വിത്ത് ഡേറ്റിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊന്ന് പരിശോധിക്കൂ. സാർ ഇപ്പൊ പറയണം, ഞങ്ങൾ സാറിനോട് ചോദ്യം ചോദിക്കണം. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. We are asking you a question. We are asking you a question, sir. We are students. Listen, I can understand. What kind of information you want from my side? Please, come on. അതായത് സാറ് ഇന്ന ഒരാള് ഡ്രഗ് ഇതാണ് കാരണം, തലവൻ ഇതാണ് എന്ന് പറയുന്നു. അത് സാർ എന്ത് എവിഡൻസ്, എന്ത് അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞത്? സാറിന് എങ്ങനെ അത് മനസ്സിലായി? എന്ത് എവിഡൻസ് ആണ് സാറിനുള്ളത്? മോളെ, കർണാടകയിൽ മടിവാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ. സാർ അവരോട് ബന്ധമുള്ളതുകൊണ്ട് ഈ സാറിന് ബന്ധമുണ്ട്. ഇയാളാണ് എനിക്ക് പൊതിഞ്ഞു തരുന്നത് വിൽക്കാൻ. ഇയാളാണ് പൊതിഞ്ഞു. മോളെ, എന്റെ ഫേസ്ബുക്കില് പോലീസ് ഓഫീസേഴ്സ് എനിക്ക് ഷെയർ ചെയ്യുന്നത്. അങ്ങയുടെ ഫേസ്ബുക്ക് അല്ല ഇന്ത്യയിലെ, കേരളത്തിലെ നിയമം. നിങ്ങൾ കൃത്യമായിട്ട് പറയൂ ഏത് വകുപ്പ് പ്രകാരമാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി എന്നത് കൊണ്ട് നിങ്ങൾ ഡ്രഗ് മാഫിയക്കെതിരെ പോരാടിയാൽ അറസ്റ്റ് ചെയ്യുമോ? നമുക്കൊക്കെ പേടിയുണ്ട്. കമ്മീഷണർ ദിനേശിന്റെ അടുത്ത്, ഇവിടുത്തെ കമ്മീഷണർ ആയിരുന്ന ദിനേശിന്റെ അടുത്ത് ഞാൻ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇവിടെ ക്ലാരിറ്റി പറഞ്ഞു കൊടുക്കുക. ഈ ദിനേശിന്റെ അടുത്ത് ഇവിടുത്തെ ഡ്രഗ് മാഫിയയുടെ കാര്യവും ഇവിടുത്തെ ടെററിസ്റ്റുകളുടെ കാര്യവും പറഞ്ഞതിന്റെ അടുത്ത ദിവസമാണ് ഇവർ എനിക്കെതിരെ 153A ബുക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ 59 ദിവസം എന്നെ പിടിച്ചകത്തിടുന്നു. കേരള പോലീസിന് ഒരുത്തനെ പിടിച്ചകത്തിടാൻ പ്രത്യേകിച്ച് വകുപ്പ് വേണ്ടെന്നറിയാലോ. ഏതെങ്കിലും രീതി അവരത് പ്ലാൻ ചെയ്ത് അവർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ CMന് കൊടുത്ത മെസ്സേജുകൾ, ഇവിടുത്തെ എക്സൈസ് ഓഫീസർമാർക്ക് നമ്മൾ കൊടുത്ത മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് മടിവാള സൈഡിൽ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഡ്രഗ്സിന്റെ കാര്യം ഒക്കെ മനസ്സിലാക്കി. കാരണം ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും ഇവിടുത്തെ മീഡിയ എല്ലാം ഇതിനൊരു ഭാഗമായിരിക്കും. അവരറിയാണ്ട് ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഡ്രഗ്സ് കിട്ടത്തില്ലായിരിക്കും. പക്ഷെ എന്റെ ചോദ്യം ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രഗ്സിനും ഇങ്ങനത്തെ ഓരോ കാര്യം, ഇഷ്ടംപോലെ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ നല്ല ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ചീത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പ്രതികരിച്ചു. ആ അമ്മ പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് അവർ 5 പേരെ പിടിച്ചകത്തിട്ടു. ഞാൻ ചോദിച്ച ചോദ്യം പറയുന്നതിന്റെ മറുപടി ഞാൻ പറയുന്നത്, നിങ്ങളെ പോലുള്ള ഒരു വിദ്യാർത്ഥി ഇത് ഉപയോഗിക്കും. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം പറ്റിയല്ല. ഒരു വിദ്യാർത്ഥി ആ സമയത്ത് അമ്മ പ്രതികരിച്ചു. ആ അമ്മ പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് അവർ അച്ഛന്റെ മരണത്തിനാണ് ഇത് സംഭവം നടക്കുന്നത്. ഇവരെ പോലീസ് പിടിച്ചകത്തിട്ടു. അതിനകത്ത് MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഉണ്ടോ? കൊട്ടാരക്കര സബ് ജയിലിലാണ് അവരെ റിമാൻഡ് ചെയ്തത്. അതിനുശേഷം എനിക്ക് വന്ന കോളുകൾ വേണം ഞാൻ എടുത്തു കാണിക്കാം. ഇത് സംഭവം ഞാൻ ചോദിച്ച ചോദ്യം ഇതല്ലായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പോലെ അല്ല, ഈ വീഡിയോയിൽ കാണിച്ച ആൾക്കാരെ പോലെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ജനം മനസ്സിലാക്കണം. ഞങ്ങളല്ല, ജനമാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് മോനൊരു കാര്യം ചെയ്യും. പ്രതികരിക്കാൻ പറ്റുമോ അതിനെതിരെ? ഉറപ്പായിട്ടും പ്രതികരിക്കാൻ പറ്റും. ഞങ്ങളുടെ കോളേജിൽ തന്നെ സേവ എന്ന് പറഞ്ഞ ക്ലബിൽ നിന്ന് ബാക്കി ഓരോ ക്യാമ്പുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആൾക്കാരാണ്. അടുത്ത മാസം തന്നെ അട്ടപ്പാടിയിൽ ഒരു സ്കൂളുണ്ട്. അട്ടപ്പാടി സ്കൂൾ പോയി വൃത്തിയാക്കാനും പിള്ളേർക്ക് ഡ്രഗ്സിനും ബാക്കി കാര്യങ്ങൾക്കെതിരെയുള്ള കൗൺസിലിംഗും ഓരോ ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മോനെ, ഒരു കാര്യം ചെയ്യൂ. ഈ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ നമ്പർ അദ്ദേഹത്തിന്റെ ഉണ്ട്. എന്റെ കൂടെ വരൂ. ഉറപ്പായിട്ടും. എന്നിട്ട് നിങ്ങൾ മാതൃക കാണിക്കൂ. നിങ്ങളെ ബാക്കപ്പ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.